വാർത്തകൾ വാർത്തകൾ വാർത്തകൾ. ഐ ഡോണ്ട് ലൈക്ക് വാർത്തകൾ, ബട്ട് വാർത്തകൾ ലൈക്സ് മീ. എവിടെ തിരിഞ്ഞാലും അത് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാ? കരുവന്നൂർ തട്ടിപ്പ്, കോഴ വിവാദം, സ്ത്രീ പീഡനം. വാർത്തകൾ കേട്ട് മനസ്സാകെ മരവിച്ചിരിക്കുകയാണ്. എന്നതാ ഇപ്പോൾ ചെയ്യുക? മനസ്സൊന്ന് ശാന്തമാക്കണം. ആവശ്യമില്ലാത്ത ചിന്തകളിൽ നിന്ന് കുറച്ചു നേരത്തേക്കെങ്കിലും ഇത്തരത്തിലുള്ള അഴുക്ക ലോകത്തിൽ നിന്ന് ഒന്ന് മാറി നിൽക്കണം. അതിനിപ്പം എന്നതാ ഒരു മാർഗം? കുറച്ചു നേരം ഈ സുഭാഷിതം പോലുള്ള എന്നാങ്കിലും കേട്ടാൽ മനസ്സിനൊരു സുഖമൊക്കെ വരും. എന്നതായാലും കുറച്ചു നേരം അതാവാം അല്ലേ? ഇപ്പം എന്താ ചെയ്യുക? ഇച്ചിരി നാളിന് മുന്നേ ഒരു മഹാൻ നടത്തിയ പ്രഭാഷണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ? എന്നാ പിന്നെ എല്ലാവരും പോന്നോളി. ഒരു മറുപടി ഒരു ഇന്റർനാഷണൽ ഫ്രോഡാണ്. കഷ്ടപ്പെട്ട് ഉറക്കളച്ച് പൂട്ടുകുത്തി തുറന്ന് ഞാൻ ഉണ്ടാക്കിയ ബ്ലാക്ക് മണിക്ക് ഒരു കുഴപ്പവും വരുത്തരുതേ. വന്നല്ലോ. അങ്ങനെ പരമപൂജ്യനീയനായ ഈ വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ആളെക്കുറിച്ച് ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞാൽ കുറഞ്ഞു പോകുമെന്ന് കരുതിയാകും ഒറ്റ വാചകത്തിൽ തന്നെ സ്വയം അങ്ങ് പരിചയപ്പെടുത്തിയത്. എന്നതായാലും വേളത്തിനിടയിൽ കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ വേണ്ടേ പരിചയപ്പെടുത്താം. ഒരു മറുപടി ഒരു ഇന്റർനാഷണൽ ഫ്രോഡാണ്. ഇപ്പൊ ശരിയാണ്. എല്ലാരും കേട്ട് കാണുമല്ലോ അല്ലേ? അപ്പോ ഇന്റർനാഷണൽ ഫ്രോഡ് അവതരിപ്പിക്കുന്ന കുറച്ച് നല്ല വാചകങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് മനസ്സൊന്നും ശാന്തമാക്കാം. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ഇല്ല, എല്ലാവർക്കും അറിയാം. 10 തലയല്ലേ. അഴിമതിക്കും കരിഞ്ചന്തയ്ക്കുമെതിരായും മോഷണത്തിനെതിരായും ഇറങ്ങിയിട്ടുള്ള 4 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഈ മാന്യദേഹത്തിൻ്റെതാണ്. എങ്ങനെ കുതുകാൽ വെട്ടാം എന്ന കാര്യത്തിൽ പ്രത്യേകമായി തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധവും ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അപ്പൊ മനസ്സിലായില്ലേ? ആള് പുലിയാണ്. ഇനിയും ഗവേഷണത്തിലൂടെ അദ്ദേഹം കണ്ടുപിടിച്ച ചില കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കും. എന്തുമാത്രം കള്ളക്കഥ! അതിലൂടെ ഏതാനും സമ്പന്നരായല്ലോ പുതിയ വീടൊക്കെ വെച്ചത് കേട്ടത്. സ്വാഭാവികം. കള്ളക്കഥകൾ, കള്ളക്കടത്ത്, മദ്യക്കച്ചവടം, തോന്നിയാസം പറച്ചിൽ, ആളെ അവഹേളിക്കൽ, വഞ്ചന, ഇതൊന്നും മനുഷ്യരായി പിറന്നവർ ചെയ്യാൻ പാടില്ല എന്നാണ് ഈ മാന്യദേഹം പറഞ്ഞു വരുന്നത്. ആരെയും അധിക്ഷേപിക്കാൻ പാടില്ല. പിന്നെ വിശ്വാസം എപ്പോഴും ഒരുപോലെയാകണം. അങ്ങനെ തുടങ്ങി നിരവധി ഉപദേശങ്ങൾ ഈ വെള്ളാപ്പള്ളി ഗുരുമുഖത്ത് നിന്നും നമുക്ക് ആസ്വദിക്കാം എന്നാണ് കരുതുന്നത്. പിന്നെ ഈ മാന്യദേഹം പറയുന്ന കാര്യങ്ങൾ എല്ലാവരും അക്ഷരം പ്രതി കേട്ടനുസരിച്ചാൽ എന്നതായാലും നേരെ പോയില്ലേലും ഒരു വഴിക്കാകുമെന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോഴത്തെ വിഷയം സോളാർ കേസും ഉമ്മൻചാണ്ടിയും പിന്നെ അസ്മാദികളും. അതാണ് അദ്ദേഹം സുഭാഷിതത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം. അങ്ങനെ വിദഗ്ധ പ്രഭാഷണത്തിനായി മാന്യദേഹത്തെ ഒന്നുകൂടി വിളിക്കാം. ഒരു സത്യവുമില്ലാത്ത പല പ്രസ്താവന ഇറക്കി ഏതാണ്ട് യൂത്തിൻ്റെ മൂത്ത് ആരുണ്ടാക്കിയായിരുന്നു. കളഞ്ഞതാണ്. അങ്ങനെ ഒരു തവണ കൊണ്ടുവന്ന് അവർ ഒരു പരിചയപ്പെടുത്തി എന്നുള്ള കഴിഞ്ഞിട്ട് ഇയാളുമായിട്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുമില്ല. ആരെ കൂട്ടിച്ചേർക്കാനോ അതല്ലെങ്കിൽ ആരെങ്കിലും അതിൽ നിന്ന് മാറ്റാനോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല? എങ്ങനെ പറയും സാർ? അതിന് ഞാൻ അവരോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ചില സംശയങ്ങളോടെ അദ്ദേഹത്തിന്റെ മഹത്വജനങ്ങൾ ആരംഭിക്കുകയാണ്. എല്ലാവരും ഇനി ശ്രദ്ധയോടെ അങ്ങോട്ട് കേട്ടിരിക്കണം കേട്ടോ. വളരെ നിഷ്കളങ്കനായ ഒരു വ്യക്തിയുടെ ചില നിരീക്ഷണങ്ങൾ മാത്രമായിരിക്കും ഇനി കേൾക്കാൻ പോകുന്നത്. ഇനി പറയുന്ന കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സ്വഭാവവുമായോ കുടുംബക്കാരുടെ പ്രത്യേകിച്ച് മകന്റെ ലീലാവിലാസങ്ങളുമായോ എന്തെങ്കിലും സാമ്യം തോന്നിയാൽ അത് യാദൃശ്ചികമല്ല, തികച്ചും സ്വാഭാവികം മാത്രമായിരിക്കും. ഈ പറയുന്ന കാര്യത്തിൽ ആരും ഉത്തരവാദികളല്ലെന്നും ഈ മാന്യദേഹം മാത്രമായിരിക്കും ഉത്തരവാദിയെന്നും ഇതിനാൽ ബോധിപ്പിക്കും. മുൻചാണ്ടി മരിച്ചു, തെരഞ്ഞെടുപ്പും കഴിഞ്ഞു. അദ്ദേഹത്തിനെ വേട്ടയാടി ഒരുപാട് ആളുകളുണ്ട്. ആ വേട്ടയാടാൻ വേണ്ടി ശ്രമിച്ച പലരും ശ്രമിച്ചതിൻ്റെ പിന്നിലെ ചരിത്രങ്ങളും ഇപ്പോൾ ഏതായാലും CBI അന്വേഷിച്ചുള്ള സത്യങ്ങൾ പുറത്തു വന്നു. സത്യം അത് മാത്രമേ ഈ മാന്യദേഹം പറയാറുള്ളൂ. അത് മാത്രവുമല്ല,
സത്യസന്ധത എങ്ങനെ കാത്തു സൂക്ഷിക്കാമെന്നും കർമ്മപഥത്തിൽ അതെങ്ങനെ കൊണ്ടുവരാമെന്നും വിശദീകരിക്കുന്ന ഒരു പ്രബന്ധവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കിട്ടാത്തവർ കണിച്ചുകുളങ്ങരയിലെ അദ്ദേഹത്തിന്റെ സ്വവസതിയിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കാവുന്നതും വാങ്ങാവുന്നതുമാണ്. പിന്നെ ഒരു കാര്യം, അതെ, പലതും CBI അന്വേഷിച്ചാൽ പലരും കുടുങ്ങും, പണി വാങ്ങി വീട്ടിലിരിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, മന്യദേഹം പല തോന്നിയാസങ്ങളും കാട്ടിയ ചിലരൊക്കെ ഇപ്പോഴും ചില സംഘടനയുടെ തലപ്പത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. അകത്തു പോകേണ്ട ഇനമാണ് അല്ലേ മന്യദേഹം? ഒരു മറുപടി ഒരു ഇന്റർനാഷണൽ ഫ്രോഡാണ്. ഓ, സമാധാനം, അതെങ്കിലും സ്വയം ഒന്ന് തിരിച്ചറിഞ്ഞല്ലോ. ഭാഗ്യം. അത്തരം ഇന്റർനാഷണൽ ഫ്രോഡുകളെ ചുമക്കേണ്ടി വരുന്നവരുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ്, അയ്യോ, എന്നതായാലും ഒരു മാറ്റമൊക്കെ വരും മഹാത്മൻ. അതൊന്നും ഓർക്കാതെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി ഉണർത്തിച്ചാലും. എന്നതായിരുന്നു CBI കണ്ടെത്തിയ സത്യങ്ങൾ എന്ന് കേൾക്കാനായി ഞങ്ങൾ കാതോർത്തിരിക്കുകയാണ്. അതിലെ കഥാനായകന്മാർ ആരൊക്കെയാണെന്ന് എന്നുള്ളതും ഇവ പുറത്തായി. ആ പിന്നെ പിന്നെ അങ്ങനെ തന്നെ വേണം. അതൊക്കെയാണ് ഈ അന്വേഷണം എന്നൊക്കെ പറയുന്നത്. പിന്നെ ചില കഥാനായകന്മാരുണ്ട്, പറയാൻ പറ്റത്തില്ലെന്നേ, ഇങ്ങനെ പലയിടത്തും കയറി ഇറങ്ങി ഇങ്ങനെ നടക്കും. എന്നിട്ട് അവിടുത്തെ കാര്യം ഇവിടെ പറയും, ഇവിടുത്തെ കാര്യം അവിടെയും പറയും. അങ്ങനെ ചില ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഉണ്ടല്ലോ മുക്കാലിൽ കെട്ടി അടിക്കുകയാണ് വേണ്ടത്, അല്ലേ അങ്ങുന്നേ? ഒരു മറുപടി ഒന്നുകൂടെ ഒന്ന് പറയോ മഹാത്മൻ, അത് കേട്ടില്ലായിരുന്നു. ഒരു മറുപടി ആ അല്ല, അതിലിപ്പോ അങ്ങേ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. മറുപടി ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുമില്ല. കാര്യം ചില സത്യങ്ങൾ അങ്ങനെ അങ്ങ് പറയാൻ കൊള്ളത്തില്ല. പറഞ്ഞാൽ നാറുന്നത് മഹാത്മൻ മാത്രമല്ല. കാര്യം എന്നാന്നറിയാവോ? എല്ലാവർക്കും ഈ മഹാകവി കുമാരനാശാൻ അറിയൂ. അദ്ദേഹം കുറേ കാലം ഇരുന്ന ഒരു സ്ഥാനമുണ്ട്. അവിടെ ഇപ്പൊ ഇരിക്കുന്ന ആളുടെ മഹത്വം കാരണം ചിലരൊക്കെ ഇപ്പൊ ഒരു പഴഞ്ചൊല്ല പറയുന്നത്. എന്നാ അത് തന്നെ, ഇരിക്കേണ്ടടുത്ത് ഇരുന്നില്ലെങ്കിൽ അവിടെ അതെന്നായെങ്കിലും ആകട്ടെ. അതുകൊട്ടെ, ആരുടെയൊക്കെ കാര്യമാണ് ഈ മന്യദേഹം പറഞ്ഞു വരുന്നത്? അങ്ങനെ ആരെയെങ്കിലും സംശയമുണ്ടെങ്കിൽ അതും പറയാം. ഇച്ചിരി മനസമാധാനം കിട്ടാൻ വേണ്ടിയാണെന്നേ. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന പഴയ മന്ത്രിമാരിൽ തന്നെ ചില ആളുകൾ ആഭ്യന്തരമന്ത്രിയാകാൻ വന്നവർ ഇനി അദ്ദേഹത്തിൻ്റെ ശേഷം മുഖ്യമന്ത്രി ആകണമെന്ന് വരെ ആഗ്രഹിച്ചു നടന്ന ആ പുറംപുള്ള തന്നെ അകവും കറുത്ത ഒരു മാന്യനുണ്ടായിരുന്നു. അതാരാ ഈ പുറം പോലെ തന്നെ അകവും കറുത്ത മാന്യൻ? അദ്ദേഹം കാണിച്ച ക്രീഡകൾ സ്ഥാനത്തിന് വേണ്ടി എന്തെല്ലാം തറവേലാണ് കാണിച്ചത്. എത്ര മാറ്റങ്ങൾ! ഉമ്മൻചാണ്ടിയെ കൈവെള്ളയെ കൊണ്ടുനടന്ന് അദ്ദേഹത്തിനോട് ആനുകൂല്യം വാങ്ങി അദ്ദേഹത്തോട് കൂടെ മന്ത്രിയായി, പിന്നെ കാലുവാരി, പിന്നെ അതിൻ്റെ പേരിൽ കയറാൻ കൂടെ നിന്ന കുലംകുത്തികൾ നമ്മളിപ്പോൾ ഈ ന്യൂസുകൾ പത്രത്തിലും ദൃശ്യമാധ്യമങ്ങളും വരുമ്പോൾ അവരുടെ ബീഭത്സ രൂപങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികളുണ്ട്. അങ്ങ് എത്ര ശരിയായിട്ടാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്. സ്വന്തം കാര്യങ്ങൾ കാണാനും പണം നേടാനും കൊള്ളയടിക്കാനും ആംബുലൻസിൽ സ്പിരിറ്റ് കടത്താനും സ്വന്തം സമുദായത്തെ ഒറ്റുകൊടുക്കാനും തടസ്സം നിൽക്കുന്നവരെ ആത്മഹത്യയിലേക്ക് നയിക്കാനും ഒക്കെ കഴിവുള്ള ചിലരുണ്ട്. അവർ നടത്തുന്ന ക്രീഡകൾ കാണുമ്പോൾ അങ്ങ് പറഞ്ഞ നേരാ, ബീഭത്സ രൂപങ്ങളല്ല, രൂപികളായിട്ടാണ് ഞങ്ങൾക്ക് അതൊക്കെ തോന്നുന്നത്. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ചില ആൾക്കാരെ അല്ലേ മാന്യദേഹം ഉദ്ദേശിച്ചത്? പത്തനംതിട്ട അല്ല ജില്ല ഇത്. ഈ ജില്ലയിൽ തന്നെ പെട്ടൊരു MLA. അദ്ദേഹം ഒറ്റയാളും ഒറ്റ പാർട്ടിയും ഒറ്റ MLA. 10 ഗുണം 10 ഗുണം. ലേശെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ വാപ്പനെ ആ മന്ന ബുദ്ധിനെങ്കിലും വിളിച്ചേ. അതെ, ആ ഗുണം പലരും കാണിക്കുന്നുണ്ട് മഹാത്മൻ. അറിയില്ലേ, പണ്ടൊരുത്തൻ നമ്മുടെ BJP-ക്കാരുടെ കാല് പിടിച്ച് ഇപ്പൊ കാണിച്ചു തരാ എന്ന് പറഞ്ഞ് വയനാട്ടിലോട്ട് പോയത് ഓർമ്മയില്ലയോ? എന്നിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങ് മത്സരിച്ചു കൊടുത്തു. ആർക്കെതിരെയാണെന്ന് ഈ കേട്ടിരിക്കുന്നവർക്ക് അറിയോ? പറയാം, സാക്ഷാൽ രാഹുൽ ഗാന്ധിക്കെതിരെ. എന്നിട്ട് എന്നാ പറ്റിയെന്ന് എല്ലാവർക്കും അറിയാവുന്നല്ലയോ? അതാണ് വിത്തിന്റെ ഗുണം. എന്നിട്ട് എന്നാ പറ്റി? കുറച്ച് കാശ് BJP-ക്കാരെ പറ്റിച്ചുണ്ടാക്കാൻ കഴിഞ്ഞു. ആളിന്റെ പേര് തുഷാർ എന്നാണ്. അതായത് പറഞ്ഞത് ഈ 10 ഗുണം 10 ഗുണം. കിട്ടിയ കാശിന് എവിടെയൊക്കെയോ പോയി കുറെ ഏലത്തോട്ടം എങ്ങാണ്ടൊക്കെയോ ആരുടെയൊക്കെയോ പേരിൽ വാങ്ങിയിട്ടുണ്ട് എന്നും കേൾക്കുന്നു. അതാണല്ലോ ഈ 10 ഗുണം.
10 ഗുണം. ഇനി ബാക്കി കൂടെ കേൾക്കാം. ഇവരെയൊക്കെ ജനപ്രതിനിധികളായി തിരഞ്ഞെടുത്ത് അയക്കുന്ന ജനങ്ങളാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. അതെ അതെ, അങ്ങ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇങ്ങനെയുള്ളവന്മാരെ എവിടെ പ്രതിഷ്ഠിച്ചാലും, അതിപ്പോ SNDP യോഗത്തിന്റെ തലപ്പത്താണെങ്കിലും പിടിച്ചങ്ങ് ശിക്ഷിക്കണമെന്നേ, അല്ലേ? അതല്ലേ ഈ പറഞ്ഞു വരുന്നേ. ഇനി പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം, മിസ് ചെയ്യരുത്. മിസ് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് ഏറ്റവും മികച്ച കാലങ്ങളുടെ ഏടുകളിൽ സുവർണ ലിപികളിൽ എഴുതി ചേർക്കേണ്ട വരികളായിരിക്കും. ദാ കേട്ടു നോക്കിക്കോ. അധികാരത്തിന് വേണ്ടിയിട്ടും അധികാര ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ അധപ്പതനത്തേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, മണി സമ്പാദനത്തിന് വേണ്ടി ഏത് അതിർത്തി വരെ അല്ലെങ്കിൽ ഏത് അതിര് വരെ പോയിക്കൊണ്ട് മണി സമ്പാദനത്തിന് മാത്രമല്ല, പെണ്ണ് സമ്പാദനത്തിനും, ഈ 2 സമ്പാദനത്തിനും വേണ്ടിയിട്ട് ഏത് അതിര് വരെ പോകുന്ന ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ജനാധിപത്യത്തിലെ അപജയങ്ങളാണ്, പുഴുക്കത്തുകളാണ്. എല്ലാവരും കേട്ടല്ലോ. അല്ല, അവസാനം പറഞ്ഞത് ഈ മാന്യദേഹം ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരാവോ? ജനാധിപത്യത്തിലെ അപജയങ്ങളാണ്, പുഴുക്കത്തുകളാണ്. ഇപ്പൊ മനസ്സിലായ എല്ലാവർക്കും? അധികാര ദുർവിനിയോഗം, മണി സമ്പാദനം മീൻസ് പണം സമ്പാദിക്കൽ, സ്ത്രീകൾ, അതൊക്കെ വലിയ തെറ്റാ. ഇങ്ങനെയൊന്നും ആരും ചെയ്യരുത് പ്ലീസ്. സത്യത്തിൽ ചെറുങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലും തെറ്റില്ല എന്ന് വേണം കരുതാം. പണ്ട് ഇറ്റലിക്കാരിയായ ഏതോ ഒരു സ്ത്രീയുമായി, ഞാൻ പറയില്ല, പറഞ്ഞാലേ നാറും. അതാ, വേണമെങ്കിൽ ട്രസ്റ്റിന്റെ പേരിൽ പിരിക്കുന്ന തുക അതാരും എടുത്തോണ്ട് പോകാതിരിക്കാൻ വേണ്ടി സ്വന്തം വീട്ടിൽ സൂക്ഷിക്കുന്നത് ഒരു തെറ്റാണോ? അല്ല. ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാളെ പ്രോത്സാഹിപ്പിച്ച് അദ്ദേഹത്തിന് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുന്നത് തെറ്റാണോ? അല്ലേ അല്ല. അപ്പോ പൊതുജനത്തിന്റെ സൗകര്യാർത്ഥം യോഗത്തിന്റെ ഓഫീസ് തന്റെ വീട്ടിലേക്ക് മാറ്റുന്നത് തെറ്റാണോ? അല്ലേ അല്ല. ഇനി നമുക്ക് ആ മാന്യദേഹത്തിന്റെ വാക്കുകൾ ബാക്കിയൂടെ കേൾക്കാം. ഇനി പറയാനുള്ളത് ഒരു വലിയ സത്യമാണ്. ഈ രാജ്യം എവിടം വരെ അധപ്പതിച്ചു? ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? ഇത് ചുമ്മാ കന്നുകാലി കരയുന്ന പോലെ മനുഷ്യനെ പേടിപ്പിക്കാനല്ലാതെ യാതൊരു ഗുണവുമില്ല. അതെ, അതാണ് ഞങ്ങളും ആലോചിക്കുന്നത്. ഇതെവിടേക്കാണ് പോകുന്നതെന്ന്. പറഞ്ഞു വരുന്നത് ആരെ കുറിച്ചാന്ന് മനസ്സിലായോ? അതെ, ഈ KB ഗണേഷ് കുമാർ MLA കുറിച്ചാണ്. ഗണേഷ് കുമാറിനെ കുറിച്ച് ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്കറിയാലോ. ഭാര്യയുടെ അടിമേടിക്കുന്നു, കുടുംബത്തിലുള്ള സ്വത്തുക്കൾ പങ്കിടുന്നതിൽ വീട്ടുകാർ തമ്മിൽ തർക്കങ്ങൾ, സ്വന്തം അച്ഛനെ ചതിക്കുന്നു, സഹോദരിമാരെ ചതിക്കുന്നു. ഈ ആളിലൊക്കെയാണ് ഇപ്പോൾ മന്ത്രിമാരാകാൻ വരുന്നത്. അതത്ര ശരിയാണ്. ഈ കള്ളത്തരം ജനിസിലുള്ളവർക്ക് അതൊക്കെ അറിയും. നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ചിലരൊക്കെ ചില സംഘടനയുടെ തലപ്പത്തേക്ക് വരും, എന്നിട്ട് എന്നാ ചെയ്യുമെന്നറിയോ? വലിയ നെറികേടായിരിക്കും കാണിക്കുന്നത്. അവസരവാദ രാഷ്ട്രീയം എന്നൊരു പയറ്റും. എന്നിട്ട് അവിടെയും ഇവിടെയും ഒക്കെയായി ഇങ്ങനെ പരദൂഷണം പറഞ്ഞ് നടക്കും. കിട്ടുന്നതൊക്കെ അങ്ങ് വാങ്ങിക്കും. എന്നിട്ട് ഒരു കാര്യമില്ലാതെ തനിക്ക് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ എന്ന് കരുതി സെൽഫ് ഗോൾ അടിച്ചുകൊണ്ടിരിക്കും. അത് തന്നെ നിങ്ങളുടെ മനസ്സിലൊരു പഴഞ്ചൊല്ല് വന്നില്ലേ, ആരുടെ ഒരു ചാരിത്ര്യ പ്രസംഗം. അത് തന്നെ അവസ്ഥ. ഒരു ഘടകകക്ഷി ആയി കഴിഞ്ഞാൽ ആ ഘടകകക്ഷി ആയി മറ്റുള്ള പാർട്ടിക്കാരുടെ പിൻബലത്തിൽ ജയിക്കുന്നതല്ലാതെ സ്വന്തമായിട്ട് ഈ പാർട്ടികൾക്കൊന്നും നിന്ന് ജയിക്കാൻ എന്തിനു വേണ്ടി വള്ളത്തെ കയറ്റാനുള്ള കെട്ടുവള്ളത്തെ കയറ്റാനുള്ള വോട്ട് പോലുമില്ല. കെട്ടിവെച്ച കാശ് പോലും നിന്ന് ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ കിട്ടുകയില്ല. ആൾ ജയിക്കുന്നത് സ്വന്തം ബലം കൊണ്ടല്ല, ഒരു മുന്നണിയുടെ ബന്ധത്തെ കൊണ്ട് ജയിച്ചാൽ പിന്നെ അവരായാലും വലിയ സുൽത്താനായിട്ട് അഭിനയിച്ച് നടന്നുകൊണ്ട് ഈ രാജ്യത്ത് കാണിക്കുന്ന തറവേലുകൾ നിങ്ങൾ എന്തുമാത്രമാണെന്ന് ഒന്ന് നോക്കൂ. കേട്ടല്ലോ, മാന്യദേഹം പറഞ്ഞു കഴിഞ്ഞു. അത്തരം തറവേല ആരും കാണിക്കാൻ പാടുള്ളതല്ല. ചിലരൊക്കെ അങ്ങനെയാണെന്നേ. ആരെങ്കിലും എടുത്ത് പുറത്തു കളഞ്ഞാൽ ഉടൻ ഓടും രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കൂടെ. എന്നിട്ട് ഞങ്ങളുടെ പിന്നാലെ കുറച്ചു പേരുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഒരു പാർട്ടിയൊക്കെ അങ്ങ് ഉണ്ടാക്കും. എന്നിട്ട് ശംഖുമുഖം കടപ്പുറത്ത്, ഏറ്റവും വലിയ വിധിക്കപ്പെട്ട ഒരു കടപ്പുറമായി ശംഖുമുഖം കടപ്പുറത്ത്, അവിടെ കുറെ ആൾക്കാരെയൊക്കെ നിരത്തി പാർട്ടി പ്രഖ്യാപിക്കും. എന്നിട്ടോ മത്സരിക്കാൻ ഇറങ്ങും. എന്നിട്ടോ കെട്ടിവെച്ചത് പോയാലും ബാക്കി എവിടുന്നെങ്കിലും ഒപ്പിക്കാൻ വേണ്ട എല്ലാ പരിപാടികളും ചെയ്തങ്ങ് വെക്കും. നേരത്തെ പറഞ്ഞ പോലെ ഇച്ചിരി ഏലത്തോട്ടമോ അതുമല്ലെങ്കിൽ പാർട്ടിയുടെ ചെലവിലുള്ള ഹെലികോപ്റ്റർ യാത്രയോ ഒക്കെ ഇങ്ങനെ തരമാക്കും. അതാണ് ചിലരുടെ രീതി. എന്നിട്ടോ
കെട്ടുവള്ളത്തെ പോയിട്ട് സൈക്കിളെ കയറ്റാനുള്ള ആളുപോലും ഇല്ലാത്ത ഒരു പാർട്ടിയായി ഇങ്ങനെ നടന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കും. ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി തലയിടുകയും ചെയ്യുന്നേ. ജനാധിപത്യത്തിലെ അപജയങ്ങളാണ് പുഴുക്കുത്തലാണ്. സത്യം ഇതാണ്. ഇപ്പൊ ചിലരൊക്കെ പറയുന്നു എന്താണെന്നറിയാവോ, വേണ്ടായിരുന്നു എന്ന്. എന്താ അപജയമായി പോയല്ലേ. അങ്ങനെയെങ്കിൽ ഈ അപജയത്തിൽ നിന്ന് മറികടക്കാൻ എന്നതാ വേണ്ടതെന്ന് കൂടി പറഞ്ഞാൽ നന്നായിരുന്നു. ഈ കാര്യം, ഈ അപജയം ഒരു വലിയ സംഭവമാണ്. അതായത് കേരളത്തിൽ തന്നെ ഒരു വലിയ ശാപമാണ്. സംഘടനയ്ക്ക് മാത്രമല്ല, ഒരു സമുദായം തന്നെ ഈ അപജയം കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. സംവരണ ബില്ല് പോലും അട്ടിമറിക്കുന്ന എരണം കെട്ട പരിപാടിയല്ലയോ കാണിച്ചേ, അല്ലേ? അപ്പൊ പിന്നെ ഈ അപജയം മറികടന്നേ പറ്റൂ. ഈ തിരിച്ചറിയാൻ ഇപ്പോഴത്തെ തലമുറ തയ്യാറാകണം. വെട്ടി വെട്ടി വിഴുങ്ങിയിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? വന്നപ്പോ ഞാഞ്ഞൂല് പോലെ ഇരുന്നതാ, ഇപ്പൊ ശീമപ്പന്നി പോലെ കൊഴുത്തു. കളരി മാത്രം കൊഴുത്തില്ല. ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. എന്നതായാലും ഗണേഷ് കുമാറും തിരുവഞ്ചൂരും ഇനിയും തെരഞ്ഞെടുക്കപ്പെടും. അവർ വീണ്ടും MLA-മാരും മന്ത്രിമാരും ഒക്കെ ആവും. ചിലരൊക്കെ ഉണ്ടല്ലോ അതേണ്ട ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നാളെ നടക്കും. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാനുള്ള യോഗ്യതയില്ലാതെ ഇങ്ങനെ തെക്ക് വടക്ക് നടക്കും. ഒന്നും പറ്റിയില്ലെങ്കിലോ BJP-യുടെ ഹെലികോപ്റ്ററിൽ കയറി പറന്നു നടക്കും, ഫുൾ ടൈം എയറിൽ. എറിയാനുള്ള വടി എന്തായാലും പുള്ളിക്കാരൻ തന്നെ തന്ന സ്ഥിതിക്ക് ഊത്തെറിയണമെന്നേ. എന്നതാ ഈ മാന്യദേഹം ചെയ്തിട്ടുള്ളതെന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരു സമുദായത്തെ മുഴുവൻ കൊള്ളയടിച്ച് തലമുറകൾക്ക് വേണ്ടി സമ്പാദിച്ചിട്ടിട്ട് ഇപ്പൊ വന്നിട്ട് ചാരിത്ര പ്രസംഗം നടത്തുന്നു. അല്ല, ഇത് ഞാനല്ല എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിൽ ഒരു തെറ്റ് പറയാനുമില്ല. ഒരു മറുപടി ഒരു ഇന്റർനാഷണൽ ഫ്രോഡാണ്. അതെ, അത് തന്നെയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്. അപ്പോ എല്ലാം ശരിയായല്ലോ, ഇല്ലേ?